ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് താലോലിക്ക വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ താലോലിക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകും ഇതെന്താന്ന്. അപ്പോൾ പീച്ചിങ്ങക്കാണ് നമ്മൾ താലോലിക്ക എന്ന് പറയുന്നത്. കണ്ണൂർ സൈഡിലോട്ട് അധികവും താലോലിക്ക എന്നാണ് പറയാറ്. താലോലിക്ക ഇഷ്ടമല്ലാത്തവരും കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്ന താലോലിക്ക തോരൻ. അപ്പോൾ ഇന്ന് നമ്മൾ തോരൻ ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ വലിയ 2 താലോലിക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ വലുതായതുകൊണ്ട് നമ്മളിത് ക്ലീൻ ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ആദ്യം തന്നെ നടുകെ മുറിക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ തൊലി ഇതുപോലെ അങ്ങ് ചെത്തിക്കളയണം. ഇതിൻ്റെ കംപ്ലീറ്റ് ഗ്രീൻ കളർ പാർട്ടൊന്നും അങ്ങ് ചെത്തിക്കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ മുകളിലേക്ക് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത താലോലിക്ക നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നടുകെ ഇതുപോലെ മുറിച്ചതിന് ശേഷം വീണ്ടും 3ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഈ ഒരു സൈസിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആ 2 താലോലിക്ക മുഴുവനായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തോരനിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഏകദേശം ഒരു 7 ചെറിയുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഏകദേശം ഒരു 4 വെളുത്തുള്ളി അല്ലി ചതച്ചെടുത്തിട്ടുമുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇതുപോലൊരു ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുത്താലും മതി. ഏകദേശം ഒരു 1/2 കഷ്ണം സവാള ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടിത് ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന താലോലിക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. താലോലിക്ക നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും, ഒരു 5 മിനിറ്റൊക്കെ വേണ്ടൂ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം താലോലിക്കയിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 6 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ താലോലിക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും വെള്ളം ബാക്കിയുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഈ താലോലിക്കയിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണത്. ഈ ഒരു വെള്ളം നമുക്കിനി ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുക്കാം. നമ്മളിത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല, തുറന്നു വെച്ചിട്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ താലോലിക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് കഴിക്കുമ്പോൾ നമുക്ക് താലോലിക്കയാണെന്ന് മനസ്സിലാവില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താലോലിക്ക കഴിക്കാത്തവരും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കുമെന്ന്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ഒരു രീതിയിൽ താലോലിക്ക തോരൻ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.